നമ്മളൊരു പുതിയ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മുടെ പുതിയ യൂണിറ്റിൻ്റെ പേരാണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ. അപ്പോൾ പ്രകാശത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യേകതകളാണ് ഇന്ന് നാം ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ചിത്രത്തിലേക്ക് നോക്കൂ. അവിടെ ഒരു മുത്തശ്ശിയെ കാണാം. മുത്തശ്ശി പറയുകയാണ്, ഓ, ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു. ആ കർട്ടൻ നീക്കിയിടുമോളെ. അപ്പോൾ അവിടെയുള്ള കുഞ്ഞനിയത്തി പറയുകയാണ്, ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാ വെയിൽ ഉള്ളിലെത്തുന്നത്? അപ്പോൾ ഈ സംശയം നിങ്ങൾക്കും ഉണ്ടാകാറില്ലേ? എങ്ങനെയായിരിക്കും ജനൽ അടഞ്ഞിട്ടും പ്രകാശം ഉള്ളിലേക്ക് കിടക്കുന്നത്? അതിനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അതിനുള്ള കാരണം എന്താണെന്ന് പഠിക്കാം അല്ലേ? ഇവിടെ നിങ്ങൾക്ക് പുസ്തകത്തിലൊരു വർക്ക് തന്നിട്ടുണ്ട്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയും തരംതിരിച്ച് ഇവിടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശം കടത്തിവിടുന്ന ഒരു വസ്തുവിനെ നമ്മളിപ്പോൾ കണ്ടു അല്ലേ? എന്താണ്? ജനൽ ചില്ല്. ജനൽ ചില്ലിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശം കടത്തിവിടുന്ന ഒരു വസ്തുവാണ് എന്ത്? ജനൽ ചില്ല്. അതുപോലെ പ്രകാശം കടത്തിവിടാത്ത ഒരു വസ്തുവില്ലേ? മരക്കട്ട. മരക്കട്ടയിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നില്ലല്ലോ. നമ്മൾ ജനലിൻ്റെ പകരം അവിടെ ഒരു മരക്കട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ പ്രകാശം കടക്കുമോ? ഇല്ല. അപ്പോൾ പ്രകാശം കടത്തിവിടാത്ത ഒരു വസ്തുവാണ് മരക്കട്ട. പ്രകാശം കടത്തിവിടുന്ന ഒരു വസ്തുവാണ് ജനൽ ചില്ല്. അങ്ങനെ മറ്റെന്തെല്ലാം വസ്തുക്കളുണ്ട്? ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, ബട്ടർ പേപ്പർ, കണ്ണാടി, കണ്ണടച്ചില്ല്, പൊളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇവയിലൂടെ പ്രകാശം കടക്കുന്നതാണ്. അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് മരക്കട്ട, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, നാണയം, മാർബിൾ തുടങ്ങിയവ. അപ്പോൾ നിങ്ങൾക്ക് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ടെന്നും അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ടെന്നും മനസ്സിലായില്ലേ? തുണിയിലൂടെയൊന്നും പ്രകാശം അകത്തേക്ക് കടക്കുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ജനൽ ചില്ലയിലൂടെ പ്രകാശം അകത്തേക്ക് കടക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ പ്രകാശം കടത്തിവിടുന്ന വ്യത്യസ്ത വസ്തുക്കളെ മനസ്സിലാക്കി. അപ്പോൾ ഈ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളിൽ തന്നെ പ്രകാശം നന്നായി കടത്തിവിടുന്നവയും അതുപോലെ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവയുമുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രകാശം നന്നായി കടത്തിവിടുന്നവയാണ് ജനൽ ചില്ല്, ചില്ല് കഷ്ണം, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവയാണ്, അതായത് പ്രകാശം പൂർണ്ണമല്ലാതെ തീവ്രതയില്ലാതെ കടത്തിവിടുന്ന വസ്തുക്കളാണ് ബട്ടർ പേപ്പർ, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, പോളിത്തീൻ കവർ എന്നിവയെല്ലാം. ഇനി നമുക്ക് സുധാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നീ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുധാര്യ വസ്തുക്കൾ. നമ്മൾ പ്രകാശം നന്നായി കടത്തിവിടുന്ന ജനൽ ചില്ല്, ചില്ല് കഷ്ണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ വസ്തുക്കളെല്ലാം സുധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. കാരണം എന്താണ്? അവ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇനി പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ, അതായത് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് എന്തെല്ലാം? ബട്ടർ പേപ്പർ, അതുപോലെ എണ്ണ പുരട്ടിയ പേപ്പർ എന്നിവയെല്ലാം അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ, ഒപ്പാക് ഒബ്ജക്ട്സ്. അപ്പോൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്? അധാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് തുണി, മരക്കട്ട എന്നിവയെല്ലാം. ഇനി എനിക്ക് സുതാര്യമായ ഒരു വസ്തുവിനെ, അതായത് പ്രകാശം കടത്തിവിടുന്ന ഒരു വസ്തുവിനെ അധാര്യമാക്കണം അല്ലെങ്കിൽ അർദ്ധധാര്യമാക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താണ് ചെയ്യുക? നിങ്ങൾക്കിവിടെ ഒരു ഗ്ലാസ് ഷീറ്റ് കാണാം. ഈ ഒരു ഗ്ലാസ് ഷീറ്റിനെ എനിക്ക് അധാര്യമാക്കണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ കരി പിടിപ്പിച്ചു. അപ്പോൾ അത് അധാര്യമായി. ഇതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഷീറ്റിനെ അധാര്യമാക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം? നമുക്ക് ഈ ഒരു ഗ്ലാസ് ഷീറ്റിനെ പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യുന്നത് മൂലം പ്രകാശം അതിലൂടെ കടക്കുകയില്ല. അതുപോലെ മറ്റൊരു അധാര്യമായ വസ്തു ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ചാൽ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് അധാര്യമാകും. അതിലൂടെ പിന്നെ പ്രകാശം കടക്കില്ല. ഇനി എനിക്ക് സുതാര്യമായിട്ടുള്ള ഒരു ജലത്തിനെ അധാര്യമാക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ജലത്തിൽ ഒരു മഷി കലർത്തുകയാണ്. അങ്ങനെ മഷി കലർത്തിയാൽ ഈ ഒരു ജലം അധാര്യമാകുന്നതാണ്. അതുപോലെ നമുക്ക് മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം? ഈ ഒരു ജലത്തിൽ
പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ്, പാൽ എന്നിവ കലർത്തുന്നത് മൂലവും ഈ ഒരു വെള്ളം അർത്ഥധാര്യമാകുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ലയിക്കാത്ത വസ്തുക്കളായിട്ടുള്ള മണ്ണ്, മണൽ എന്നിവ കലർത്തിയാൽ പോലും ഇത് അർത്ഥധാര്യ വസ്തുവാകുന്നതാണ്. ഇനി എനിക്ക് അധാര്യമായിട്ടുള്ള ഒരു വായുവിനെ അർത്ഥധാര്യമാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വായു ഒരു അടപ്പയിൽ സ്വരൂപിക്കുകയാണ്. എന്നിട്ട് ഞാനതിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയാണ്. അങ്ങനെ ചന്ദനത്തിരിയുടെ പുകയുടെ കാരണത്താൽ നമ്മുടെ വായു അർത്ഥധാര്യമാകുന്നതാണ്. ഇതുപോലെ നമുക്ക് കടലാസ് കത്തിച്ചിട്ടുള്ള പുക എന്നിവയെ കൊണ്ടെല്ലാം നമുക്കൊരു വായുവിനെ അർത്ഥധാര്യമാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സുതാര്യ വസ്തുവിനെ നമുക്ക് ഒന്നെങ്കിൽ അർത്ഥധാര്യമാക്കാം അല്ലെങ്കിൽ അധാര്യമാക്കാം എന്നെല്ലാം മനസ്സിലായില്ലേ? ഇനി വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. റീഫിൽ പേനയിൽ മഷി തീർന്നോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? റീഫിൽ പേനയുടെ സുതാര്യമായ ഭാഗത്തിലൂടെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേനയിലുള്ള മഷി തീർന്നോ അതോ തീർന്നില്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളും അതുപോലെ മാപ്പുകളും ട്രേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഓയിൽ പേപ്പർ ഒരു അർത്ഥധാര്യമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഒരു മാപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെയോ മുകളിൽ നമ്മൾ ഈ ഒരു ഓയിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാപ്പുകളും അതുപോലെ ചിത്രങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു ചിത്രവും മാപ്പും നമുക്ക് വേണ്ട രീതിയിൽ ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും, അല്ലേ? നമ്മുടെ വീടിൻ്റെ ചുമരും വാതിലും എല്ലാം സുതാര്യമായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുമരും വാതിലും സുതാര്യമായിരുന്നെങ്കിൽ നമ്മുടെ സ്വകാര്യത പുറത്ത് കാണിക്കുമായിരുന്നു, അല്ലേ? അപ്പോൾ വീടിൻ്റെ ചുമരും വാതിലും അധാര്യമാകുന്നതിൽ ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അപ്പോൾ അധാര്യമായ വസ്തുവും അതുപോലെ സുതാര്യമായ വസ്തുവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്കൊരു പുസ്തകത്തിലെ പ്രവർത്തനം ചെയ്യാം. സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ജനൽ ചില്ലുകൾ, കണ്ണടകൾ എന്നിവയെല്ലാം. അർത്ഥധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഓയിൽ പേപ്പർ, ചില പ്ലാസ്റ്റിക് ഷീറ്റുകൾ എന്നിവയെല്ലാം. അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് വീടിൻ്റെ ചുമരുകൾ, പുസ്തകങ്ങൾ എന്നിവയെല്ലാം. നിങ്ങളുടെ പുസ്തകത്തിൽ അധിക വായനക്കായിട്ട് ഒരു പെട്ടിക്കുളം നൽകിയിട്ടുണ്ട്. അദൃശ്യനായ മനുഷ്യൻ. എന്താണ് അദൃശ്യനായ മനുഷ്യൻ എന്നാണ് തലക്കെട്ട്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. ദ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ മനുഷ്യൻ എന്നാണ് അർത്ഥം. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അധിക വായനക്കായി നൽകിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് വരികയില്ല. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പഠിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പരീക്ഷണം കാണാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറിയുടെ ജനലും വാതിലും അടിച്ച ശേഷം ഒരു മിറർ ഘടിപ്പിക്കുക. അതിനുശേഷം ആ ഒരു മിററിലേക്ക് ഒരു ടോർച്ചിൽ നിന്നും പ്രകാശം പതിപ്പിക്കുക. അപ്പോൾ ആ ഒരു പ്രകാശം കണ്ണാടിയിൽ നിന്നും ചുമരിലേക്ക് പതിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ള പരീക്ഷണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടൈല്, പേപ്പർ, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, മരക്കട്ട എന്നിവ കണ്ണാടിക്ക് പകരമായിട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം ഓരോന്നിലേക്കും ടോർച്ച് അടിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നിന്നും ആ ടോർച്ചിൻ്റെ പ്രകാശം ചുമരിലേക്ക് പതിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പെട്ടിക്കുളം നോക്കൂ. ഇവിടെ പ്രകാശം പതിച്ച വസ്തു, പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വന്നതിലുള്ള വ്യത്യാസം എന്നിങ്ങനെ തലക്കെട്ടുള്ള 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രകാശം പതിച്ച ഒരു വസ്തുവാണ് മുഖം നോക്കുന്ന കണ്ണാടി. മുഖം നോക്കുന്ന കണ്ണാടിയിൽ പ്രകാശം പതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു, അല്ലേ? ഇനി പേപ്പറിൽ പ്രകാശം പതിച്ചപ്പോൾ പ്രകാശം വളരെ കുറച്ചു മാത്രം തിരിച്ചു പോകുന്നു. ഇനി ബാക്കിയെല്ലാം നമ്മൾ പൂരിപ്പിക്കണം. മിനുസമുള്ള ടൈലിൽ പ്രകാശം പതിച്ചപ്പോൾ പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു. അതുപോലെ പുതിയ സ്റ്റീൽ പ്ലേറ്റിൽ പ്രകാശം പതിച്ചപ്പോൾ പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു. മരക്കട്ടയിൽ
പ്രകാശം പതിച്ചപ്പോൾ പ്രകാശം വളരെയധികം കുറച്ചു മാത്രം തിരിച്ചു പോകുന്നു. ഒരു പ്രതലത്തിൽ പ്രകാശം തട്ടിയാൽ ആ ഒരു പ്രതലത്തിൽ നിന്നും പ്രകാശം തിരിച്ചു പോയി മറ്റൊരു പ്രതലത്തിൽ പതിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അത് ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ഒരു ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രത്തിൽ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ ഒരു പ്ലേറ്റിലേക്ക് സൂര്യനിൽ നിന്നുള്ള പ്രകാശം പതിച്ചിട്ടുണ്ട്. ആ ഒരു പ്രകാശം തിരിച്ച് ചുമരിലേക്ക് പതിച്ചതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ചുമരിലേക്ക് പതിച്ച പ്രകാശം ഞാൻ അവിടെ വട്ടത്തിലിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രകാശത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്, അതായത് റിഫ്ലക്ഷൻ. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നുള്ള ഈ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടുവല്ലോ. ഈ ഒരു പ്രതിപതനം എല്ലാ വസ്തുക്കളിലും ഒരുപോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ചില വസ്തുക്കളിൽ പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു, എന്നാൽ ചിലതിൽ പ്രകാശം കുറച്ച് മാത്രമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യതിയാനം വരാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മളിനി നോക്കുന്നത്. കണ്ണാടി വളരെയധികം മിനുസമേറിയ പ്രതലമാണ്. അതുകൊണ്ട് തന്നെ ടോർച്ചിൽ നിന്നും കണ്ണാടിയിലേക്ക് പ്രകാശം അടിച്ചപ്പോൾ കണ്ണാടിയിൽ തട്ടിയിട്ടുള്ള പ്രകാശം ക്രമമായാണ് തിരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു എന്ന്. പക്ഷേ നമ്മൾ ആ ഒരു കണ്ണാടിക്ക് പകരം അവിടെ ഒരു പേപ്പർ വെച്ചപ്പോൾ പ്രകാശം വളരെ കുറച്ചു മാത്രമാണ് തിരിച്ചു പോയത്. കാരണം എന്തെന്ന് വെച്ചാൽ പേപ്പർ വളരെ പരുപരുത്തൊരു പ്രതലമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തട്ടുന്ന പ്രകാശമെല്ലാം ക്രമരഹിതമായാണ് തിരിച്ചു പോകുന്നത്. എല്ലാ പ്രകാശരശ്മികളും ഒരേ സ്ഥലത്തേക്കല്ല തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുമരിൽ നല്ലൊരു പ്രകാശം ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ വളരെ പരുപരുത്ത റോഡ്, അതുപോലെ പരുപരുത്ത സാൻഡ് പേപ്പർ എന്നിവയെല്ലാം കാണാം. ഇവയിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രകാശം തിരിച്ചു പോകുന്നത് കാണാൻ സാധിക്കുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവയുടെ ഉപരിതലവും ഇതുപോലെ പരുപരുത്തതാണ്. ഈ പറഞ്ഞ കാര്യം നമുക്കൊരു ചിത്രീകരണത്തിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട് ഇവിടെ മുഖം നോക്കുന്ന ദർപ്പണത്തിൽ ഉണ്ടായിട്ടുള്ള പ്രക്രിയ നൽകിയിട്ടുണ്ട്. നോക്കൂ, ദർപ്പണത്തിലേക്ക് പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്നു. പതിച്ച രശ്മികൾ തിരിച്ചു പോകുന്നത് നോക്കൂ. അപ്പോൾ വന്നവയും അതുപോലെ തിരിച്ചു പോകുന്നവയും ഒരുപോലെയാണ് പോയിരിക്കുന്നത്. കാരണം ദർപ്പണം വളരെ മിനുസമുള്ളതാണ്. പക്ഷേ സാൻഡ് പേപ്പറിലേക്ക് നോക്കൂ. സാൻഡ് പേപ്പറിൽ സംഭവിച്ചിട്ടുള്ള പ്രക്രിയയാണ് രണ്ടാമതായി നൽകിയിട്ടുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ പ്രകാശകിരണങ്ങൾ വളരെ സമാന്തരമായിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിലും തിരിച്ചു പോകുമ്പോൾ അവ ക്രമരഹിതമായിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് സാൻഡ് പേപ്പറിൽ ടോർച്ച് അടിച്ചപ്പോൾ അതിൽ നിന്നും പ്രകാശം തിരിച്ചു പോകാതിരുന്നത്. കാരണം എന്താണ്? സാൻഡ് പേപ്പർ വളരെയധികം പരുപരുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികളെല്ലാം ക്രമരഹിതമായിട്ട് പലയിടങ്ങളിലേക്കായി പോകുന്നു. എന്നാൽ ദർപ്പണത്തിൽ എന്ത് സംഭവിക്കുന്നു? ദർപ്പണത്തിലേക്ക് പതിക്കുന്ന എല്ലാ രശ്മികളും ഒരേ ദിശയിലേക്ക് സമാന്തരമായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ പ്രതിപതനം കാണാൻ സാധിക്കുന്നതാണ്. മുഖം നോക്കുന്ന ദർപ്പണത്തിൽ നടന്നത് ക്രമപ്രതിപതനവും എന്നാൽ സാൻഡ് പേപ്പറിൽ നടന്നത് വിസരിത പ്രതിപതനവുമാണ്. അപ്പോൾ ഈ ഒരു ക്രമപ്രതിപതനം അതുപോലെ വിസരിത പ്രതിപതനം എന്നിവയുടെ നിർവചനം നോക്കാം. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. നമുക്കിനി പ്രതിപതനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പഠിക്കാം. ഇപ്പോൾ നമ്മൾ ക്രമപ്രതിപതനം അതുപോലെ വിസരിത പ്രതിപതനം പഠിച്ചു. ഇനി നമുക്ക് പ്രതിപതനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ 2 കുട്ടികളുണ്ടല്ലേ. ഈ 2 കുട്ടികളും ചുമരിലുള്ള ഒരു പോയിന്റിലേക്ക് പന്തെറിയുകയാണ്. അപ്പോൾ 2 കുട്ടികളും ഒരേ പോയിന്റിലേക്കാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. പക്ഷേ 2 കുട്ടികളുടെയും പന്ത് വീണത് 2 സ്ഥലത്തേക്കാണ്. നമ്മുടെ പന്ത് കാണിച്ച ഇതേപോലെയുള്ളൊരു പ്രത്യേകത നമ്മുടെ കണ്ണാടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4 കുട്ടികളെ കാണാം. 1, 2, 3, 4 എന്നീ 4 കുട്ടികൾ. ഒന്നാമത്തെ കുട്ടിയായിട്ടുള്ള അനു പറയുന്നത് നോക്കൂ. കണ്ണാടിയിലൂടെ ഞാൻ റിയയെയാണ് കാണുന്നത്. അപ്പോൾ അനു ആരെയാണ് കാണുന്നത്? 4ാമത്തെ കുട്ടിയായിട്ടുള്ള റിയയെയാണ് കാണുന്നത്. അപ്പോൾ നിഖിൽ പറയുന്നത് നോക്കൂ. അല്ല, മേഘയാണ് കണ്ണാടിയിലുള്ളത്. അപ്പോൾ നിഖിൽ പറയുകയാണ് അല്ല, റിയയല്ല ഉള്ളത് കണ്ണാടിയിൽ. കണ്ണാടിയിൽ ആരാണുള്ളത്?
മേഘയാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി ആരെയാണ് കാണുന്നത്? മൂന്നാമത്തെ കുട്ടിയായിട്ടുള്ള മേഘയെയാണ് കാണുന്നത്. പക്ഷെ മേഘ ആരെയാണ് കാണുന്നത്? മേഘ നിഖിലിനെയാണ് കാണുന്നത്. അപ്പോൾ റിയ ആരെയാണ് കാണുന്നത്? റിയ അനുവിനെയുമാണ് കാണുന്നത്. അപ്പോൾ ഈ 4 കൂട്ടുകാരും 4 ആൾക്കാരെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട സാമഗ്രികളാണ്, അതായത് സാധനങ്ങളാണ് ചെറിയ കണ്ണാടി കഷ്ണം, അതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്രൊട്രാക്ടർ, സുതാര്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പെട്ടി, ഡബിൾ സൈഡ് ടാപ്പ്, ലേസർ ടോർച്ച്, ചന്ദനത്തിരി, തീപ്പെട്ടി എന്നിവയെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഒരു സുതാര്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പെട്ടിയുടെ ഒരു വശത്ത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ കണ്ണാടി കഷ്ണം ഉറപ്പിക്കുക. അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക് പെട്ടിയിൽ ചന്ദനത്തിരി ഉപയോഗിച്ചുകൊണ്ട് പുക നിറയ്ക്കണം. പിന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പ്രൊട്രാക്ടർ പ്ലാസ്റ്റിക് പെട്ടിക്ക് ചുവടെയായിട്ട് വെക്കുക. എന്നിട്ട് 90 ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്കൊരു ലംബരേഖ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ലംബരേഖ വരയ്ക്കണം. പ്രകാശം പതിക്കുന്ന ബിന്ദു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലംബരേഖ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മുടെ പ്രകാശം പതിക്കുന്ന ബിന്ദുവായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബിന്ദുവിലേക്കാണ് നമ്മൾ ലേസർ ടോർച്ച് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലേസർ ടോർച്ചിൻ്റെയും അതുപോലെ ലംബരേഖയ്ക്കും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. നിങ്ങളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതായത് നിങ്ങൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണാടിയിൽ തട്ടി ഇനി അത് തിരിച്ചു വരണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രകാശകിരണം ഏത് ആംഗിളിലൂടെ ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ കോണളവ് തിരിച്ചു വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഒരു ലംബത്തിനിടയിലും നമ്മൾ അടിച്ചിട്ടുള്ള ലേസർ ടോർച്ചിൻ്റെ കിരണത്തിനിടയിലുമുള്ള ആംഗിൾ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ആ ഒരു ലംബത്തിനിടയിലും അതുപോലെ തിരിച്ചു വരുന്ന പ്രകാശകിരണത്തിനിടയിലുമുള്ള ആംഗിൾ. അപ്പോൾ നമ്മുടെ തിരിച്ചു വരുന്ന പ്രകാശകിരണം ഏത് ആംഗിളിലായിരിക്കും? 140 ഡിഗ്രി ആംഗിളിലായിരിക്കും ആ ഒരു പ്രകാശകിരണം തിരിച്ചു വരുന്നത്. അപ്പോൾ ലംബത്തിനിടയിലും അതുപോലെ പ്രകാശകിരണത്തിനിടയിലുമുള്ള കോണളവ് എത്രയാണ്? അതും 50 ഡിഗ്രി ആയിരിക്കും. ഇത് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനായിട്ട് ലേസർ ടോർച്ച് ഉപയോഗിച്ച് 60 ഡിഗ്രിയിൽ ഒരു കിരണം ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ ഒരു കിരണം കണ്ണാടിയിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് ഏത് ഡിഗ്രിയിലൂടെ ആയിരിക്കും കടന്നു പോകുക എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ലംബത്തിനും അതുപോലെ നമ്മൾ അടിച്ചിട്ടുള്ള ലേസർ കിരണത്തിനും ഇടയിലുള്ള കോൺ എത്രയാണോ അത് ലംബത്തിനും അതുപോലെ പ്രതിപതനത്തിന് ശേഷമുണ്ടായ കിരണത്തിന് ഇടയിലുള്ള കോണിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ലംബത്തിനും അതുപോലെ ലേസർ ടോർച്ചിൽ നിന്നുമുള്ള കിരണത്തിനും ഇടയിലുള്ള കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതുകൊണ്ട് ലംബത്തിനും അതുപോലെ പ്രതിപതനത്തിന് ശേഷമുള്ള ആ ഒരു കിരണത്തിനും ഇടയിലുള്ള കോണും എത്ര വരണം? അതും 30 ഡിഗ്രി വരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിപതനത്തിന് ശേഷമുള്ള കിരണം 120 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പ്രവർത്തനം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഒന്നുകൂടെ വ്യക്തമാകുന്നതാണ്. നോക്കൂ, ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവാണ് ഒന്നാമതായി നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ തന്നിട്ടുള്ളത് തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവാണ്. അപ്പോൾ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും അതുപോലെ ലംബത്തിനും ഇടയിലുള്ള കോണളവ് 40 ഡിഗ്രിയാണെന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവ് എത്ര തന്നെയായിരിക്കും? അതും 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെട്ടിക്കോളം വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാമല്ലോ. ഇത്രയും നേരം നമ്മൾ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി, തിരിച്ചു വരുന്ന പ്രകാശരശ്മി എന്നിങ്ങനെയൊക്കെയല്ലായിരുന്നോ പറഞ്ഞിരുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുഴങ്ങിപ്പോകുമല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഓരോ രശ്മികൾക്കും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേരുകൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി, തിരിച്ചു വരുന്ന പ്രകാശരശ്മി എന്നിങ്ങനെ നമ്മൾ നീട്ടി പറയേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്കിനി പേരുകൾ പഠിക്കാം അല്ലേ? ഒരു
പ്രകാശ സ്രോതസ്സിൽ നിന്നും ദർപ്പണത്തിൽ തട്ടുന്ന കിരണത്തിനെയാണ് നമ്മൾ പതനരശ്മി എന്ന് പറയുന്നത്. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന കിരണത്തിനെയാണ്, അതായത് രശ്മിയെയാണ് നമ്മൾ പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. അതുപോലെ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇവിടെ ലംബം എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആംഗിൾ വരുന്നതാണ് എന്ത്? ലംബം എന്ന് പറയുന്നത്. പതനരശ്മിക്ക് ഇംഗ്ലീഷിൽ ഇൻസിഡൻ്റ് റേ എന്നും പ്രതിപതന രശ്മിക്ക് ഇംഗ്ലീഷിൽ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. അതുപോലെ ലംബത്തിന് നോർമൽ എന്നാണ് പറയുന്നത്. പതനകോണും പ്രതിപതന കോണും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതനരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇനി നമ്മൾ തലം എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. തലത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. തലം എന്ന് പറഞ്ഞാൽ നിരപ്പായ ഒരു പ്രതലമാണ്. അത് എല്ലാ ഡയറക്ഷനിലേക്കും, അതായത് എല്ലാ ദിശകളിലേക്കും ഉണ്ടാകും. അപ്പോൾ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തലം എന്ന് പറയുന്നത്. ഈ തലത്തിന് വീതിയും നീളവും ഉണ്ടാകും, പക്ഷെ അതിന് കട്ടി ഉണ്ടാകില്ല. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ 2 കടലാസുകൾ പരസ്പരം ഇറക്കി വെച്ചതായിട്ട് കാണാം. ഈ 2 കടലാസും 2 തലങ്ങളിലായിട്ടാണുള്ളത്. അതായത് ഒന്ന് നേരെയുള്ള തലത്തിലും അതുപോലെ മറ്റൊന്ന് കുത്തനെയുള്ള തലത്തിലുമാണുള്ളത്. അതുപോലെ നമ്മുടെ ക്ലാസ് മുറിയിലെ ഓരോ ചുമരും ഓരോ തലമാണ്. ഏതൊരു നിരപ്പായ ഒരു പ്രതലത്തിനെയും നമ്മൾ തലം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ക്ലാസ് മുറിയിലെയും ഓരോ ചുമരും ഓരോ തലമാണ്. നമ്മളിപ്പോൾ പ്രതിപതനത്തിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച പ്രതിപതന നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ നിയമമാണ് പതനകോണും അതുപോലെ പ്രതിപതന കോണും തുല്യമായിരിക്കും. രണ്ടാമത്തെ നിയമമാണ് പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എന്താണ് തലം എന്ന് മനസ്സിലാക്കി. ഒരു നിരപ്പായ പ്രതലത്തിനെയാണ് നമ്മൾ തലം എന്ന് പറയുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലല്ലേ ഉള്ളത്? അല്ലാതെ 2 വ്യത്യസ്ത തലത്തിലായിട്ടാണോ നമ്മുടെ പതനരശ്മിയും പ്രതിപതന രശ്മിയും അതുപോലെ പതന ബിന്ദുവിലേക്കുള്ള ലംബവും കിടക്കുന്നത്? അല്ല അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.